ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചത്തിന്റെ 139 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വായിക്കുന്നത് തിരുവനന്തപുരത്ത് റൂറൽ ബാലവികാസ് അരുവിക്കര റൂറൽ ബാലവികാസിലുള്ള നന്ദനയാണ് നമുക്ക് വേണ്ടി ഇന്ന് വായിക്കുന്നത്. അപ്പോ ഗീതയെ കണ്ടില്ലല്ലോ, ഞാൻ തന്നെ പറയാം. മോളെ അമ്മ പറഞ്ഞ് പിന്നെ സായി ഗായത്രി പറഞ്ഞു കഴിയുമ്പം മോള് വീഡിയോ ഓൺ ചെയ്തിട്ട് വായിച്ചു തുടങ്ങണം കേട്ടോ. ഓ ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. മോള് നന്ദന വീഡിയോ ഓൺ ചെയ്ത് മോള് വായിച്ചോളൂ. ഓം ശ്രീ സായിരാം. എൻ്റെ പേര് നന്ദന. ഒന്ന് താഴ്ന്നിരിക്കണം. തല കട്ടായി പോണം. ഒന്ന് താഴ്ന്നിരിക്കും. കുറച്ചും കൂടെ താഴ്ന്നിരിക്കണം. തല മുഴുവൻ കട്ടായി പോണം. ഓക്കെ. ഓം ശ്രീ സായിരാം. എൻ്റെ പേര് നന്ദന. ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ലതാൻ്റെ ഗുരുവാണ്. വേദോക്ത മന്ത്രങ്ങൾ. ദീർഘജീവിതം ലഭിക്കുന്നതിലല്ല, പരിശുദ്ധ ജീവിതം നയിക്കുന്നതിലാണ് ഒരുവൻ മോഹിക്കേണ്ടത്. നീണ്ട വർഷങ്ങൾ കാക്കാനായി കഴിയുന്നതിലും എത്രയോ നന്നാണ് ഏതാനും നിമിഷത്തേക്കായാലും ഒരു ഹംസമായിരിക്കുന്നത്. മനുഷ്യന്റെ അഭിലാഷങ്ങളെ, കാമനകങ്ങളെ താണനിലയിൽ നിന്ന് ദൈവികമായ ഉദ്ദാത്ത മണ്ഡലങ്ങളിലേക്ക് ഉയർത്തുന്നതിനും ജീവനും ദേവനും തമ്മിലുള്ള താതാത്മ്യഭാവം വെളിപ്പെടുത്തുന്നതിനും ഉതകുന്ന മഹത്തായ ചില പാഠങ്ങൾ ഭാരതത്തിലെ വേദസംഹിതകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ പ്രയത്നം കൊണ്ട് സാക്ഷാത്കരിക്കപ്പെടാവുന്ന നിത്യസത്യങ്ങളാണവ. പരമമായ സത്യത്തെ പ്രകാശിപ്പിക്കുന്ന അതിഗഹനവും ഗംഭീരവുമായ സിദ്ധാന്തങ്ങളെ ചില സൂത്രവാക്യങ്ങളിൽ ഒതുക്കിയിരിക്കുകയാണ്. ഓരോ വേദങ്ങളുടെയും കേന്ദ്രബിന്ദുവായ ഓരോ സൂത്രവാക്യങ്ങളുണ്ട്. അവയെ ആധാരമാക്കിയാണ് ബാക്കി പ്രസ്താവനകളും വിശദീകരണങ്ങളും. ഈ സൂത്രങ്ങളാണ് മഹാവാക്യങ്ങൾ അഥവാ മഹാമന്ത്രങ്ങൾ എന്നറിയപ്പെടുന്നത്. 4 മഹാവാക്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് പ്രജ്ഞാനം ബ്രഹ്മ. ഋഗ്വേദത്തിന്റെ കേന്ദ്രബിന്ദുവായ ദിവ്യ പ്രഖ്യാപനമാണ് ഈ മഹാമന്ത്രം അഥവാ മഹാവാക്യം. പ്രജ്ഞാനം എന്ന നിത്യമായ അഖണ്ഡ സച്ചിദാനന്ദ ബോധം എല്ലാ വസ്തുവിലും എല്ലാ സ്ഥലത്തും എക്കാലത്തും സ്ഥിതി ചെയ്യുന്ന ഉണർവാണ്, കർമ്മശക്തിയാണ്. ഈ ബോധം ത്രിതലങ്ങൾക്ക്, അതായത് ശാരീരികം, മാനസികം, ആത്മീയം, ത്രിലോകങ്ങൾക്ക്, അതായത് അധോലോകം, മധ്യലോകം, ഊർധ്വലോകം, ജീവന്റെ ത്രിഭാവങ്ങൾക്ക്, അതായത് മൃഗം, മാനവൻ, ദേവൻ, ഇവയ്ക്കെല്ലാം പ്രജ്ഞാനം ശക്തിയേകുന്നു. ത്രികാലങ്ങളും ത്രിലോകങ്ങളും ത്രിഗുണങ്ങളും, അതായത് ഭൂതം, വർത്തമാനം, ഭാവി, സ്വർഗം, ഭൂമി, പാതാളം, സത്വം, രജസ്, തമസ്, ഇവയെല്ലാം പ്രജ്ഞാനം അഥവാ ചൈതന്യത്താൽ ആവൃത്തമായിരിക്കുന്നു. ഈശ്വരസ്യാമിതം സർവം. അത് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെ ഉണ്ടായിരിക്കും. അത് സ്വർഗത്തിലുണ്ട്, ഭൂമിയിലുണ്ട്, പാതാളത്തിലുണ്ട്. അത് സത്വഗുണത്തിലുണ്ട്, രജോ ഗുണത്തിലുണ്ട്, തമോ ഗുണത്തിലുണ്ട്. അത് എന്തിൻ്റെയും ഉള്ളിലുണ്ട്, എന്തിനേയും ഉൾക്കൊള്ളുന്നുമുണ്ട്. അതാണ് പ്രജ്ഞാനം അഥവാ ചൈതന്യം. അതുതന്നെ ബ്രഹ്മം, മറ്റൊന്നല്ല.
രണ്ടാമത്തേത് അഹം ബ്രഹ്മാസ്മി. യജുർവേദത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ദിവ്യ പ്രഖ്യാപനമാണ് അഹം ബ്രഹ്മാസ്മി. ഇതിൽ 3 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അഹം ബ്രഹ്മ അസ്മി. അഹം എന്നതൊരു പരിപൂർണ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. ഞാൻ മനുഷ്യ സങ്കല്പത്തിന് വിധേയനാണ്. സങ്കല്പം എന്നാൽ എണ്ണമറ്റ ചിന്തകൾ, ആഗ്രഹങ്ങൾ, നിശ്ചയങ്ങൾ മുതലായവയുടെ സംഘാതം. അവന്റെ ഉള്ളിൽ ഉദിക്കുന്ന ആദ്യത്തെ സങ്കല്പമാണ് അഹം, അഥവാ ഞാൻ എന്ന ബോധം. ഈ അഹംബോധം മനസ്സിൽ വേരൂന്നിയതിനു ശേഷം മാത്രമാണ് കർമ്മോമുഖമായ ചിന്തകളും ആശയങ്ങളും ഉള്ളിൽ കടക്കുന്നത്. കൊള്ളുകയോ തള്ളുകയോ ചെയ്യുന്ന ഒരു സങ്കല്പത്തിനും അതിനു മുൻപായി അവിടെ സ്ഥാനമില്ല. ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല ശരീരത്തിലും, സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരത്തിലും, സുഷുപ്തിയിൽ കാരണ ശരീരത്തിലും ഞാൻ എന്ന ഭാവം സ്ഥിരമായി കുടികൊള്ളുന്നു. ആരാണ് ഗോഗത്, ആരാണ് സുദർശൻ, ആരാണ് ചക്രവർത്തി എന്ന് ഞാൻ അന്വേഷിക്കുന്നു എന്നിരിക്കട്ടെ. ഓരോരുത്തരിൽ നിന്നും എനിക്ക് കിട്ടുന്ന പ്രതികരണം ഞാൻ 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 എന്നായിരിക്കും. കാരണം ഞാൻ ഓരോരുത്തരിലും ഉണ്ട്, എന്തിനേയും കാതലായ വസ്തു. അടുത്തത് ബ്രഹ്മ അസ്മി എന്ന പ്രയോഗം ബ്രഹ്മമാകുന്നു. ഒരു ഉദാഹരണം കൊണ്ട് ഈ സത്യം വെളിപ്പെടുത്താം. തൈര് ഉണ്ടാക്കുന്നതിന് നാം അല്പം തൈര് പാലിൽ ഒഴിക്കുന്നു. അപ്പോൾ പാൽ മുഴുവനും തൈരായി മാറുന്നു. ആദ്യം നമുക്ക് എവിടെ നിന്നാണോ ഈ തൈര് കിട്ടുന്നത്, തൈര് വീണ പാലിൽ നിന്ന് തന്നെ. ഈ ജീവിതമാണ് പാലെന്ന് കരുതുക, ബ്രഹ്മമാണ് തൈര്. ജീവിതത്തിന് ബ്രഹ്മം ലേശം ഉൾക്കൊള്ളാൻ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ അത് ബ്രഹ്മമായി പരിണമിക്കുന്നു. ഒരു തുള്ളി തൈര് വീണ പാൽ ആകെ തൈരായി മാറുന്നത് പോലെ അതാണ് ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്നത്. ബ്രഹ്മവിത്ത് എന്ന പാലും തൈരും ഒന്നാകുന്നത് പോലെ ജീവനും ബ്രഹ്മവുമായുള്ള യോഗം, അതാണ് അസ്മി. ഈ യോഗം ഉണ്ടാകുമ്പോൾ അഹം പരിപൂർണ ജീവസത്ത ബ്രഹ്മമായി മാറുന്നു. അതായത് മാനവതത്വം ദൈവിക തത്വവും ഒന്നായി അലിഞ്ഞു ചേരുമ്പോൾ മാനവൻ ദൈവമായി ഭവിക്കുന്നു. ജയ് സായിറാം. വായിച്ചു കഴിഞ്ഞാ? ഓ ആൻറ്റി. വെരി നൈസ്, ബ്യൂട്ടിഫുൾ. നല്ല സെലക്ഷൻ ഓഫ് പാസേജ്, നന്നായിട്ട് വായിച്ചു. നീ മോളുടെ അനുഭവങ്ങൾ പറഞ്ഞോളൂ, ബാലവികാസ അനുഭവങ്ങളൊക്കെ പറഞ്ഞോളൂ. ഓം ശ്രീ സായിറാം. എൻ്റെ പേര് നന്ദന. അമ്പലമുക്ക് സമിതി അഡോപ്റ്റ് ചെയ്ത അരുവിക്കര വില്ലേജിലെ സായി ജ്യോതി ബാലവികാസിലെ ഒരു കുട്ടിയാണ് ഞാൻ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 3 എക്സാം പാസ്സായിട്ടുണ്ട്. അതിൽ എനിക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അമ്പലമുഖം സമിതിയെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് അവിടുന്ന് വരുന്ന അങ്കിൾ ആൻറ്റിമാരെയാണ്. അതിൽ എടുത്തു പറയേണ്ടി വരുന്ന 3 പേരാണ് ശ്യാമള ആൻറ്റിയും വിജയബാലൻ സാർ, ലത ആൻറ്റി. ശ്യാമള ആൻറ്റി ഞങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് തന്നിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് എന്നെ എക്സാം എഴുതാൻ സഹായിച്ച ലത ആൻറ്റിയും. ഞാൻ ബാലവികാസിൽ പോയി തുടങ്ങിയത് എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ്. ആ സമയത്ത് എനിക്ക് ബാലവികാസ് എന്താണെന്നോ ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ചേച്ചി പോകുന്നത് കണ്ട് ഞാനും പോയി തുടങ്ങി. ആദ്യമൊന്നും എനിക്ക് ബാലവികാസിൽ പോകാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. പിന്നെ പിന്നെ എൻ്റെ അതേ പ്രായമുള്ള ഒരുപാട് കുട്ടികൾ വന്നു. എനിക്ക് അവരോടൊപ്പം എല്ലാം കളിക്കാമല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ബാലവികാസ് കണ്ടിന്യൂ ചെയ്തത്. ബാലവികാസ് എല്ലാ സൺഡേസിലും 8:30-ക്കാണ് ക്ലാസ്. പിന്നെ പിന്നെ ഞാൻ എന്നും ഓട്ടോമാറ്റിക്കായി 8:30-ക്ക് ക്ലാസ്സിൽ പോകും. ഞങ്ങളുടെ ക്ലാസ് അസോസിയേറ്റ് ചെയ്തിരുന്നത് ആതിര ചേച്ചിയാണ്. ബാലവികാസിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഒരുപാട് മന്ത്രങ്ങൾ പഠിച്ചു, ഭജനകൾ പഠിച്ചു, ഒരുപാട് നല്ല ഗുണങ്ങളും പഠിച്ചു. ഞാൻ ബാലവികാസിൽ പോയി തുടങ്ങിയപ്പോഴാണ് മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറണമെന്നും അവരെ ദൈവത്തെ പോലെ കാണണമെന്നും എന്നും അവരെ തൊട്ട് വന്ദിക്കണമെന്നും ഭൂമി ദേവിയെ തൊട്ട് വന്ദിക്കണമെന്നും ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കണമെന്നും മറ്റുള്ളവരോട് അച്ചടക്കത്തോടെ പെരുമാറണമെന്നും സമയത്തിന്റെ മൂല്യവും എല്ലാം എന്നെ പഠിപ്പിച്ചത് ബാലവികാസാണ്. എല്ലാ വർഷവും ഞങ്ങളുടെ ബാലവികാസിൽ സ്വാമിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് എ ഡേ ഇൻ മൈ വില്ലേജ് എന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട്. എല്ലാ വർഷവും ആ പ്രോഗ്രാമിനായി ഞങ്ങൾ കാത്തിരിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി ഞങ്ങളുടെ ബാലവികാസിൽ ആ പ്രോഗ്രാം ഈ വർഷവും ആഘോഷിച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ സ്വാമിയുടെ ഫോട്ടോയിൽ വയ്ക്കുന്ന പൂവിളകി വീഴാറുണ്ട്. ഞങ്ങൾക്ക് സ്വാമിയുടെ പ്രസൻസ് എല്ലാ ബാലവികാസിലും അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ സ്വാമിയുടെ കുറച്ച് കോട്ട്സ് എഴുതിയ സ്റ്റിക്കി നോട്ടുകൾ ചുമരിൽ ഒട്ടിച്ചു. ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഓരോ കോട്ട്സായി ഇളകി താഴെ വീണു.
അതുപോലെ തന്നെ സ്വാമിയുടെ ഫോട്ടോയിൽ വച്ചിരുന്ന പൂവും ഇളകി താഴെ വീഴുകയും ചെയ്തു. ഞങ്ങൾക്ക് സ്വാമിയുടെ പ്രസൻസ് അപ്പോൾ അനുഭവപ്പെട്ടു. ഇതൊക്കെ ഞങ്ങൾ സ്വാമിയുടെ ബ്ലെസ്സിങ്സ് ആയിട്ടാണ് കരുതുന്നത്. എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് മാനുഷിക മൂല്യങ്ങൾ ബാലവികാസിൽ നിന്നാണ് കിട്ടിയത്. എനിക്ക് ടെൻഷനോ പേടിയോ വന്നാലും സ്വാമിയുടെ മുഖം ഓർക്കുമ്പോൾ ആ ടെൻഷനും പേടിയും ഒക്കെ കുറയും. ബാലവികാസിൽ പോയി തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിലും ജീവിത രീതിയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഞാൻ ബാലവികാസിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് ഉണ്ടായത്. ഒരു നല്ല കുട്ടിയെ മേക്ക് ചെയ്യാനുള്ള വഴിയാണ് ബാലവികാസ്. അതിൽ എനിക്ക് എടുത്തു പറയേണ്ടി വരുന്ന ആളുകളാണ് ശ്യാമള ആന്റിയും വിജയബാലൻ സാറും. ശ്യാമള ആന്റി ഞങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് തന്നിരുന്നു. എൻ്റെ ബാലവികാസ് ക്ലാസ് അസോസിയേറ്റ് ചെയ്തിരുന്ന ആതിര ചേച്ചിയും എനിക്ക് എക്സാം ക്ലാസ്സുകൾ എടുത്തു തന്ന് എന്നെ എക്സാം എഴുതാൻ സഹായിച്ച ലത ആന്റിയും. ജയ് സൈറാം. സന്ദേശിന് കണ്ണ് ഉണ്ടോന്ന് സംശയമുണ്ട്. സായിരാം, കണ്ണിന് ഇതിലുണ്ടോ? ആ, സായിരാം, ആ. കണ്ണൻ വന്നിട്ടില്ല അല്ലേ? കാണുന്നില്ല. വന്നിട്ടില്ല. എങ്കിൽ അപ്പൊ സ്കിപ്പ് പിന്നെ ചെയ്യാം. പ്രസന്റേഷൻ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ സ്ലിപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ പിന്നെ ഇല്ല. സൈറാം, ലത ഉണ്ടോ? ലത, സൈറാം, സൈരാമേട്ടി, സൈരാം ലത, ലത പ്ലീസ് ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ടേ. ആ ഇപ്പൊ സ്വാമിയുടെ പ്രസന്റേഷനുള്ള പിന്നെ ഹോസ്റ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് ഒന്ന് ബാലവികാസ് അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? സമയമുള്ളത് കൊണ്ട് 13 മിനിറ്റ് ഉണ്ടല്ലോ. പ്ലീസ് കുറച്ച് പൊങ്ങിയിരിക്കണേ. സൈരാം ബാലവികാസിനെ പറ്റിയുള്ള തുടങ്ങിയതും അതിനെപ്പറ്റി ഈ റൂറൽ ബാലവികാസ് ആകപ്പാടെ ബാലവികാസിനെ പറ്റിയുള്ള അനുഭവങ്ങൾ, കുട്ടികള് വന്നതും ഒക്കെ ഒന്ന് നേരെ ഇരിക്കണേ. ഓക്കെ ഓക്കെ. വേവറിംഗ് ആണ്, വേവറിംഗ്. ഓക്കെ. അല്ല, കുറച്ച് പൊങ്ങിയിരിക്കൂ, കുറച്ചും കൂടെ പൊങ്ങിയിരിക്കും. ഓക്കെ ഓക്കെ. സൈരാം, വത്സൽ ചേച്ചി, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ വത്സൽ ചേച്ചി ഇത് പറഞ്ഞപ്പോൾ റൂറൽ ബാലവികാസ് അരുവിക്കര തുടങ്ങി. പൊങ്ങിയിരിക്കണം. ഫോൺ ഒന്ന് പൊക്കി വെച്ചോളൂ, അപ്പൊ ശരിയാവും. ശരി, മോഹം കിട്ടുന്നില്ല. ഇപ്പൊ ശരിയായി. ഓക്കെ. സൈരാം വത്സൽ ചേച്ചി, ബാലവികാസ് 2006 എൻ്റെ മോൻ ഗ്രൂപ്പ് 3 ഗ്രൂപ്പ് 2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഗുരു മാറിയോണ്ട് മാത്രം എനിക്ക് ഗ്രൂപ്പ് 3 എക്സാം എഴുതിപ്പിക്കാൻ വേണ്ടി ഞാനും ആനന്ദും കൂടെ സിറ്റി സമിതിയിലെ ശ്രീകണ്ഠ സാറിൻ്റെ വീട്ടിൽ പോയിരുന്ന പോർഷൻസ് പഠിച്ച് അങ്ങനെ എനിക്ക് തോന്നുന്നു സ്വാമിയായിട്ട് അറിയാതെ എന്നെ ബാലവികാസ് ഗുരു ആക്കാൻ സ്വാമി എടുത്ത എഫേർട്ടായിരിക്കാം. ഇവനെ എഴുതിപ്പിക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയ ഒരു പരീക്ഷ എഴുതിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ പ്രിപ്പയർ ചെയ്ത് ബാലവികാസ് തുടങ്ങിയതാണ്. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ സ്വാമിയുടെ അത് മനസ്സിലാക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും. അത് കഴിഞ്ഞപ്പോൾ ബാലവികാസ് എനിക്കൊരു ക്രേസ് ആയിട്ട് മാറി. കുട്ടികളും ഞാനുമായിട്ടുള്ളൊരു ഇൻ്ററാക്റ്റീവ് സെക്ഷൻസ് ആയിരുന്നു, സാധാരണ ക്ലാസ് പോലല്ല. അപ്പം കുഴപ്പനാക്കുന്നില്ല, ബാലവികാസിൽ പണ്ട് തൊട്ട് 20-22 കുട്ടികളോളം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു 2009 തൊട്ട് എനിക്ക് എപ്പോഴും ഒരു 50 കുട്ടികളെ മിനിമം എൻ്റെ ബാലവികാസിൽ കാണും. അപ്പം കുട്ടികളും ഞാനുമായിട്ട് ക്ലാസ്സസ് എടുക്കാനും കുട്ടികളുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്റ്റീവ് സെക്ഷൻസ് ആണ് നടത്താറ്. പിന്നെ ഗ്രൂപ്പ് 2 കഴിഞ്ഞ കുട്ടികളെ കൊണ്ട് ക്ലാസ്സസ് എടുപ്പിക്കാറുണ്ട് എൻ്റെ പ്രസൻസിൽ തന്നെ. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ കുട്ടികൾക്കും ഒരു സന്തോഷമാണ് ക്ലാസ് എടുക്കാൻ. പിന്നെ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ കുട്ടികളും ഞാനുമായിട്ട് എപ്പോഴും ഇൻറ്ററാക്ട് ചെയ്യുകയും ആ കുട്ടികൾക്ക് സ്കൂളിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ, വീട്ടിൽ പറയാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ കുട്ടികളും ഞാനും പാരൻസും ഞാനുമായിട്ടും എപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ടാവാറുണ്ട്. അത് ഇവിടെ ഒരു ടെമ്പിൾ ബാലവികാസ് ഞാൻ എടുക്കുന്നുണ്ട്. വരുന്ന മേജർ കുട്ടികളും നോൺ ഡിവോട്ടീസ് ആണ്. അപ്പം അവർക്ക് സ്വാമി എന്താണെന്നോ ഈശ്വരൻ, അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനാണ് സ്വാമി എന്ന് പറയത്തക്ക രീതിയിൽ തന്നെയാണ് ക്ലാസ്സസ് എടുക്കാറും. കുട്ടികൾ അതിൽ ഒരുപാട് സന്തോഷിക്കാറുമുണ്ട്. കാരണം കുട്ടികളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അച്ഛനെയും അമ്മയും അവർക്കറിയാം അച്ഛനും അമ്മയും ഈശ്വരനാണെന്ന്. പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈശ്വരന് തുല്യമായിട്ട് കാണണം, ഈശ്വരൻ തന്നെയാണ് അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സന്തോഷം ആ കുട്ടികളെ തൊട്ട് തൊഴുമ്പോൾ ഉള്ള പാരൻസിൻ്റെ. പിന്നെ ഒരുപാട് കുട്ടികൾക്ക് ചേഞ്ചസ് ഉണ്ടെന്ന് പാരൻസ് പറയുമ്പോൾ
ഒരു ഗുരുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ഇവിടെ വന്നതിന് ശേഷം ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു പറയുന്നത് കുറച്ചു, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സിന് അവൻ തയ്യാറാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് ഒരിക്കലും ഇത് സ്വാമി ഓരോ തവണയും എനിക്ക് തരുന്ന ഒരു ഗിഫ്റ്റായിട്ട് തന്നെ കൂട്ടാറുണ്ട്. ഇതുപോലെ ടെമ്പിൾ ബാലവികാസം NSSൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം NSSൽ വരുന്ന ആൾക്കാരുടെ മക്കൾ അവിടെ വരുമായിരുന്നു. അപ്പം അവിടെയും ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടെന്ന് പാരൻസ് പറയാറുണ്ട്. പിന്നെ റൂറൽ ബാലവികാസ നമ്മുടെ ശ്യാമളാൻറ്റിയും വിജയപാല സാറും അമ്പലമുക്ക് സമിതിയുടെ കീഴിലാണ് ഈ റൂറൽ വില്ലേജ് അഡോപ്റ്റ് ചെയ്യുകയും അവിടെ ഒരു ബാലവികാസം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. എനിക്ക് വത്സൽ ചേച്ചി അവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ, ചേച്ചിക്ക് അറിയാം. വത്സൽ ചേച്ചി ശ്യാമളാൻറ്റിയുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒരുപാട്, കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ആ കുട്ടികളും സിറ്റിയിലുള്ള കുട്ടികളുമായിട്ടുള്ള വ്യത്യാസം. ആ കുട്ടികൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മളെ മാത്രം പ്രതീക്ഷിച്ച് നമ്മളോട് അവർക്ക് ഇൻറ്ററാക്ട് ചെയ്യാനും. നമ്മൾ എത്ര മണിക്കൂർ സംസാരിച്ചാലും എക്സാമിന് മുമ്പേ ഹൗ ടു ഫേസ് എക്സാം എന്ന് പറഞ്ഞ് മിക്കവാറും ശ്യാമളാൻറ്റി എൻ്റെ അടുത്ത്, ഞാൻ പോയി തുടങ്ങിയത് അങ്ങനെയാണ്. കുട്ടികൾക്ക് പേടിയുണ്ട് പരീക്ഷ എഴുതാൻ, നല്ലോണം പഠിക്കണ കുട്ടികളാണ്. അപ്പോൾ അതൊന്ന് വരണം, കുട്ടികൾക്ക് ഹൗ ടു ഫേസ് എക്സാം എന്നുള്ളൊരു ക്ലാസ് എടുക്കണം എന്ന്, അല്ലെങ്കിൽ അവരുമായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞാണ് ശ്യാമളാൻറ്റി പണ്ട് കൊണ്ടുപോകാറ്. അപ്പം അങ്ങനെ പോകുമ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ പരീക്ഷയ്ക്ക് നല്ലോണം എഴുതാൻ പറ്റിയെന്ന് പറയുമ്പോൾ, അതുപോലെ എല്ലാ കുട്ടികൾക്കും മിക്കവാറും അരുവിക്കര ബാലവികാസിലെ കുട്ടികളെല്ലാം അക്കാഡമിക് ഇതനുസരിച്ച് A+ വാങ്ങിച്ച് ഫുൾ A+ കിട്ടിയ ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാലവികാസിലുണ്ട്. ഇപ്പം ആ കുട്ടികൾ കല്യാണം കഴിഞ്ഞ അമ്മമാരും അവരുടെ കുട്ടികൾ വരുന്ന ബാലവികാസാണ്. ഇപ്പോഴത്തെ ബാലവികാസ് ക്ലാസ്സിൽ നമ്മുടെ ആദ്യത്തെ ബാലവികാസ് കുട്ടിയുടെ നമ്മൾ കല്യാണമൊക്കെ നടത്തി വിട്ട കുട്ടിയുടെ 2 മക്കൾ വരുന്നുണ്ട്. അതൊക്കെ പറയുമ്പം ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു എന്നെക്കാൾ റൂറൽ ബാലവികാസിനെ കുറിച്ച് പറയാൻ പറ്റിയത് ശ്യാമളാൻറ്റി ആയിരുന്നു. കാരണം ശ്യാമളാൻറ്റിയാണ് എല്ലാ ക്ലാസ്സസിലും പണ്ട് സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ടെമ്പിൾ ബാലവികാസ് എടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുമായിട്ട് നമ്മളിപ്പോൾ ബാലവികാസ് ക്ലാസ് കുട്ടികൾ കുറയുന്നു എന്ന് ഗുരുസ് പറയാറുണ്ട്. എനിക്ക് സ്വാമിയോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ബാലവികാസിൽ ഇതുവരെയും കുട്ടികളുടെ ഒരു ക്ഷാമം അനുഭവപ്പെട്ടിട്ടേ ഇല്ല. കാരണം വരുന്ന കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് ഒരുപാട് പാരൻസ് ഈ കുട്ടിയുടെ ക്യാരക്ടർ നല്ലതാണല്ലോ, ഇതെങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പാരൻസ് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പോകണുണ്ടെന്നും അവിടെ വരുന്ന ശേഷം വന്ന മാറ്റങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികൾ പുതിയതായിട്ട് ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നതാണ്. ഞാൻ അങ്ങോട്ട് പോയതേ അല്ല. അപ്പോൾ സ്വാമിയായിട്ട് നമ്മുടെ അടുത്ത് കുട്ടികളെ എത്തിക്കുക എന്നുള്ളൊരു ഇത് നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ജൂനിയർ മോസ്റ്റ് ഗുരുവാണ്. കാരണം ഞങ്ങൾ സ്വാമിയിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് വന്നത് 2002 ഒക്ടോബറാണ്. എൻഡ് ഓഫ് 2002 2006 ആയപ്പോഴത്തേക്കും സ്വാമി വിചാരിച്ചു കാണും, നീ കുറേയൊക്കെ വായിക്കണം, കുറേയൊക്കെ പഠിച്ച് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചായിരിക്കാം എനിക്ക് ഒരു ഗുരു എന്നുള്ളൊരു പൊസിഷൻ സ്വാമി തന്നത്. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളും, അല്ലെങ്കിൽ എനിക്കും കുട്ടികളുമായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ ഒരുപാട് ഉണ്ടാക്കാനും നല്ല രീതിയിൽ തന്നെ ബാലവികാസ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാനും, പിന്നെ ഒരുപാട് കുട്ടികൾക്ക് 30 കുട്ടികളെ ഗ്രൂപ്പ് 3 ഡിപ്ലോമ എഴുതിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. 56ഓളം കുട്ടികൾക്ക് ഗ്രൂപ്പ് 2 എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ട്. എടുത്തു പറയത്തക്ക എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, പണ്ട് ഞങ്ങളുടെ ആരുടെയെങ്കിലും ശ്യാമളാൻറ്റിയോ ഞാനോ ആരെങ്കിലും സമിതിയിലെ ആൾക്കാർ പോയി വേണം അരുവിക്കര ക്ലാസ് എടുക്കാൻ. ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് ആതിരയാണ് റെഗുലർ ക്ലാസ്സസ് എടുക്കുന്നത്, അസോസിയേറ്റ് ചെയ്ത് ക്ലാസ്സസ് എടുക്കുന്നതും നമ്മൾ ഗൈഡൻസ് ഞാൻ പോവും എപ്പോഴും. ഇപ്പം ആതിര തന്നെ ക്ലാസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ആതിരയെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ആതിരയ്ക്ക് ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇത്. ഇത്തവണ തൊട്ട് എനിക്ക് 4 കുട്ടികൾ അവിടെ ഗ്രൂപ്പ് 3 കഴിഞ്ഞവരുണ്ട്. അപ്പം 4 ഗുരുക്കന്മാരെ നമുക്ക് ഒരു വില്ലേജിലേക്ക് തന്നെ ആക്കാൻ സ്വാമി അവസരം തന്നു. ഇതൊക്കെ സ്വാമിയുടെ കൃപയും. പിന്നെ വത്സല ചേച്ചിയുടെ ക്ലാസ് ആൻഡ് ട്രെയിനിങ് സെക്ഷനാണ് ഞാൻ ആദ്യമായിട്ട് അമ്പലമുക്ക് സമിതിയിലേക്ക് വന്നപ്പോൾ അറ്റൻഡ് ചെയ്തത്. ചേച്ചി കവടിയാറ് ഒരു വീട്ടിൽ വെച്ച്, എനിക്ക് ആ വീട് പറയാൻ അറിയില്ല, അവിടെ വെച്ച് അമ്പലമുക്ക് സ്കൂളിൽ വെച്ചും ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അതിൽ 1-2 ക്ലാസ്സസ് വത്സല ചേച്ചി എടുത്തിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കിട്ടിയ പലരുടെയിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ച്
അതുപോലെ ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പറയാണ് ഇത്തവണ ഗ്രൂപ്പ് 3യുടെ ഗൈഡ് വന്നപ്പോൾ ഇപ്പം എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് ആ ഗൈഡിൽ നിന്ന് കിട്ടി. അപ്പം എക്സാമിന് കുറച്ച് മുമ്പ് മാത്രമാണ് ഗൈഡ് എനിക്കൊക്കെ കിട്ടിയത്, ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. പക്ഷെ അതുകൊണ്ടും ഒരുപാട് പ്രയോജനം എനിക്കും ഞാൻ വഴി കുറേ കുട്ടികൾക്കും പാരൻസിനും കിട്ടാൻ പറ്റി. വത്സല ചേച്ചി ക്ലാസ്സസ് എടുക്കുന്നത് വേറൊരു രീതിയിലാണ് യൂഷ്വലി ഞാൻ ക്ലാസ്സസ് എടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ശ്ലോകം പറഞ്ഞു കൊടുത്ത് അതിൻ്റെ കഥ പറയും. പിന്നെ കുട്ടികളെ കൊണ്ട് സെൽഫ് ഓഡിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് എന്നും നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്ത കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം അത് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈശ്വരനോട് സോറി പറയാനും നാളെ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പ്രോമിസ് ചെയ്യാനും പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് നെക്സ്റ്റ് ഡേ അപ്പം നമുക്കൊരു ചേഞ്ച് വരും. കുട്ടികളായാലും നമ്മളായാലും സെൽഫ് ഓഡിറ്റ് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനും നമ്മുടെ ഉള്ളിലെ ഈശ്വരനെയും കാണാൻ പറ്റും. അപ്പം മിക്കവാറും നമ്മൾ ചെയ്യുന്ന കൂടുതൽ ഈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് കുട്ടികളിൽ ഒരു കുട്ടി നന്നാവുമ്പോൾ ആ വീട് ഒരു വീടാണ് ഒരു കുടുംബമാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആ ഒരു സ്വപുത്ര കുലദീപക എന്ന് പറഞ്ഞ പോലെ ആ ഒരു നല്ല കുട്ടിയെ നല്ലൊരു ദീപം നമുക്ക് അവിടെ തെളിയിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ടെമ്പിൾ ബാലവികാസ് കഴിഞ്ഞിട്ടും അവരും ഒരുപാട് വീടുകൾക്ക് ആ കുട്ടികൾ വഴി ചേഞ്ചസ് ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് ഒരിക്കലും എന്നുവെച്ചാൽ സ്വാമി തരുന്ന ഒരു ഗിഫ്റ്റായിട്ട്, ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഞാൻ കരുതുകയാണ്. ഇങ്ങനൊരു അവസരം വത്സൽ ചേച്ചി ഇപ്പം പെട്ടെന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പം എനിക്ക് എന്താണ് ക്ലാസ്സിനെ കുറിച്ച് പറയാൻ. അതുപോലെ സൈലന്റ് സിറ്റിംഗ് ഇരുത്താറുണ്ട് കുട്ടികളെ. എല്ലാ ദിവസവും എൻഡ് ഓഫ് ദ ക്ലാസ് സൈലന്റ് സിറ്റിംഗ് ആണ്. അപ്പോൾ കുട്ടികളോട് ഇഷ്ടമുള്ളൊരു ഈശ്വരനെ രൂപം, കാരണം എന്താണെന്ന് വെച്ചാൽ ജ്യോതി മെഡിറ്റേഷനേക്കാളും കുട്ടികൾക്ക് രൂപം പറയുമ്പോൾ ആ രൂപം നമ്മുടെ കണ്ണിൽ ഈശ്വരൻ കയറി നല്ലതേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഈ കുട്ടികളെ ചെറിയ കൊച്ചു കുട്ടികളുണ്ട് ചേച്ചി. 3.5 വയസ്സുള്ള കുട്ടി എൻ്റെ കൊടപ്പനക്കുന്ന് ചൈതന്യ ബാലവികാസിൽ 3.5 വയസ്സുള്ള 3 കുട്ടികളുണ്ട്. ആ കുട്ടികളെ ഡീപ്പായിട്ട് പോകുമ്പോൾ അവരൊക്കെ എത്ര നല്ല നിലയിൽ മുകളിലെത്തും എന്നുള്ളത് നമുക്ക് സ്വാമി തരുന്നൊരു ഗിഫ്റ്റ് അല്ലേ. കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇവർ 12-13 വയസ്സാവുമ്പം ഈ കുട്ടികളിൽ വരുന്ന മാറ്റം, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വരുന്ന മാറ്റം, ആ ഒരു ഹോൾ ഫാമിലി എൻജോയ് ചെയ്യുന്നതൊക്കെ ആണ് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് കാണുന്നത്. ഇത് പറയാനായിട്ട് ഒരു അവസരം തന്ന ഈ ഒരു എൻറ്റയർ ടീം, എസ്പെഷ്യലി വത്സല ചേച്ചിക്ക് സ്വാമിയുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം. ചേച്ചി വേറെ എന്തെങ്കിലും? സായിരാം. വളരെ ശ്യാമള ഒന്ന് വന്നാൽ നന്നായിരുന്നു. ശ്യാമള പ്ലീസ്. വളരെ മോഡൽ ഒരു ഇൻസ്പയറിംഗ്. ശ്യാമള ഒന്ന് ഓൺ ചെയ്യാമോ വീഡിയോ? സായിരാം. പ്രസന്റേഷൻ ആയിട്ടുണ്ട്. എന്നാ പ്രസന്റേഷൻ ചെയ്യാം. പ്രസന്റേഷൻ ചെയ്തിട്ട് പറയാം. സായിരാം, താങ്ക് യു. ప్రేమ స్వరూపులారా, సర్వమతముల సారము, the essence of all సర్వమార్గముల యొక్క గమ్యము, the goal of all religion, సర్వోపదేశముల యొక్క తత్వము, the essence of all the message, ప్రేమ ఒక్కటే, love ఒక్కటే. It is love and love alone. ఆ ప్రేమ తత్వాన్ని మనం ఈనాడు అభివృద్ధి గావించుకోవాలి. Today we have to develop that love in us. మనము ఇతరుల యొక్క 100 దోషములు వెతికేటటువంటి దానికంటే తన యందు ఉన్నటువంటి ఒక్క దోషాన్ని తాను వెతుక్కుంటే ధన్యుడవుతాడు. Instead of searching 100 faults in others, it is better that we locate and identify one fault in ourselves and correct it. కానీ అలాంటి పవిత్రమైన ప్రవేశంలో వాడు ఏమాత్రము చేయటం లేదు. ఇతరుల దోషములు వెంచటమే తనకు ప్రధానమైన కర్తవ్యంగా విశ్వసిస్తున్నాడు. But we are not undertaking such good activity and good path. We are indulging ourselves only in finding fault with others. నీ దోషాన్ని నీవు తెలుసుకో. Recognize your own weaknesses and దాన్ని తీసివేయి. రిమూవైన భావాలను ఉంచుకో. Develop good qualities and good feelings in you. అది ప్రేమ ద్వారానే ప్రాప్తిస్తుంది, కానీ మరొక మార్గంలో మనకు లభ్యం కాదు. You can get those good qualities only through love and through no other path. നന്ദന ഭജന പാടിക്കോളൂ. നന്ദന.
हरि 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 स्मरण करो, हरि 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 स्मरण करो, हरि चरण कमल ध्यान करो, हरि चरण कमल ध्यान करो, हरि 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 स्मरण करो, मुरली माधव सेवा करो, मुरली माधव सेवा करो, मुरहर गिरिधारी भजन करो, मुरहर गिरिधारी भजन करो, हरि 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 स्मरण करो, हरि चरण कमल ध्यान करो, हरि 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 स्मरण करो, मुरली माधव सेवा करो, मुरहर गिरिधारी भजन करो, मुरहर गिरिधारी भजन करो, हरि 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 स्मरण करो. സായിരാ മോളെ. സായി ഉപമ വിഭിന്നങ്ങളായ പ്രത്യക്ഷതകൾക്ക് കാരണം ഭക്തന്റെ മനസ്സാണ്. ഒരു ഭക്തൻ വിഭാവനം ചെയ്യുന്ന രൂപം ഞാൻ സ്വീകരിക്കുന്നില്ല. ഈശ്വരൻ പഞ്ചസാര പോലെ മധുരമാണ്. നിങ്ങൾക്ക് അത് കാപ്പിയിലോ ചായയിലോ പാലിലോ വെള്ളത്തിലോ ചേർക്കാം. ഏത് പാനീയത്തിൽ നിങ്ങൾ പഞ്ചസാര ചേർത്താലും അത് മാധുര്യമുള്ളതായി തീരുന്നു. അതാണ് എൻ്റെ പ്രകൃതം, മാധുര്യം, എൻ്റെ കയ്യൊപ്പ്. ഒരിക്കൽ പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കുന്നത് വെള്ളമോ പഞ്ചസാരയോ അല്ല, മൂന്നാമതൊരു പദാർത്ഥമാണ്, സർബത്ത്. പക്ഷേ നിങ്ങളുടെ നാവ് അസൂയ, വെറുപ്പ്, അഹന്ത എന്നിവയാൽ കയ്പുള്ളതായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് പഞ്ചസാരയുടെ മാധുര്യവും അറിയുവാൻ സാധിക്കുകയില്ല. ജയ് സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. നാളെ വായിക്കുന്നത് ശിവപ്രിയ. ഇതേ തിരുവനന്തപുരത്തുള്ള ബാലവികാസ് സ്റ്റുഡന്റ് തന്നെയാണ് നാളെയും വായിക്കുന്നത്.